വെൽക്കം ടു വിൻറ്റി വ്ളോഗ്സ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്ട്രോബെറി മഫിൻസ് ആണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പുളിയില്ലാത്ത തൈര്, പഞ്ചസാര, മൈദ, ബട്ടർ, പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു 4-5 സ്ട്രോബെറീസ് ആണ് ഇവിടെ വേണ്ടത്. നമുക്ക് ആദ്യമേ തന്നെ തൈരും പഞ്ചസാരയും മിക്സിയിലിട്ട് ഒരുമിച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തൈരും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് മൈദമാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ആ മിക്സ്ചറിൽ യോജിപ്പിച്ചെടുക്കാം. ഞാനിതേ സമയം കൊണ്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പോളം ബട്ടർ ഉണ്ടാവും. അത് ആ മെൽറ്റ് ചെയ്ത ബട്ടർ ഇതും കൂടെ ഇതിൽ ചേർത്ത് യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/8 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കപ്പ് കേക്ക് മോൾഡിലേക്ക് മാറ്റാം. ഒരു 10ഓളം കപ്പ് കേക്ക്സ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് സമയമെടുക്കും. നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയ ശേഷം നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം ഇതെങ്ങനെയാണ് ഉള്ളിലെന്ന്. വളരെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള സ്ട്രോബെറി മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് വഴി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.